ഒരു പരിശോധനക്കും കേരളത്തിലെ റേഷൻ വ്യാപാരിയുടെ എതിരില്ല. അങ്ങനെ ഒരു ധാരണ ആർക്കും വേണ്ട. പക്ഷേ പരിശോധനയുടെ പേരിൽ റേഷൻ വ്യാപാരികളെ പൊതുജനത്തിന്റെ മുന്നിൽ അപമാനിക്കുന്ന രൂപത്തിലുള്ള പരിശോധന ഒരിക്കലും റേഷൻ വ്യാപാരികൾ അംഗീകരിക്കില്ല. ഞങ്ങൾ സമൂഹത്തിന്റെ ഭാഗമാണ്, അത് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഒരു കാർഡ് ഉടമ വന്ന് അദ്ദേഹത്തിന്റെ ഫിംഗർ അമർത്തിയിട്ടാണ് അദ്ദേഹം റേഷൻ വാങ്ങുന്നത്. ഫിംഗർ അമർത്തുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ മൊബൈലിലേക്ക് എന്താണ് ഈ റേഷൻ കടയിൽ നിന്ന് നൽകുന്നതെന്ന് അപ്പം തന്നെ മെസ്സേജ് പോകുന്നുണ്ട്. ഇത്രയും സുതാര്യമായ ഒരു വിതരണം നടക്കുന്ന ശൃംഖലയെ, അത് നടത്തുന്ന റേഷൻ വ്യാപാരികളെ മാന്യമായ വേതനമോ പരിഗണനയോ ഇല്ലാത്ത, ആരോഗ്യ സുരക്ഷ തരാത്ത ഈ വിഭാഗത്തെ പൊതുജന മധ്യത്തിൽ അപമാനിക്കുന്ന രൂപത്തിലുള്ള പരിശോധന ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. 7 കൊല്ലമായി റേഷൻ വ്യാപാരിയുടെ വേതന വ്യവസ്ഥ പുതുക്കിയിട്ട്. അതേമാതിരി തന്നെ ക്ഷേമനിധിയില്ല. KTPയുടെ ആക്ടിൽ വ്യാപാരികൾ പീഡിപ്പിക്കപ്പെടുന്നു. ഉദ്യോഗസ്ഥന്മാർ വ്യാപാരികളെ ഹരാസ് ചെയ്യുന്നു. ഇതൊന്നും കൂടാതെ ഒരു റേഷനിംഗ് ഇൻസ്പെക്ടർ മുതൽ റേഷൻ കൺട്രോളർ വരെയുള്ള പരിശോധന, കമ്മീഷൻ വരെയുള്ള പരിശോധന, വിജിലൻസ് പരിശോധന, ഇതിനൊക്കെ ഉപരിയായി വീടുകളിൽ കയറിയുള്ള പരിശോധന. എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? കേരളത്തിലെ റേഷൻ വ്യാപാരികൾ ഇത്രയും സമൂഹത്തിൽ നികൃഷ്ട ജീവികളാണോ? ഇത് സർക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് തരാനുള്ള കിറ്റിന്റെ പൈസ ഞങ്ങൾ കോടതിയിൽ പോയി വാങ്ങിയതിനുള്ള പ്രതികാരമാണോ ഇത് എന്ന് ഞങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് വിഷയം. ഒരു പ്രതികാര ബുദ്ധിയോടുള്ള പരിശോധന ഇതൊരിക്കലും റേഷൻ വ്യാപാരികൾ അംഗീകരിക്കില്ല. ഞങ്ങളുടെ വിഷയങ്ങളുണ്ട്. ഞങ്ങൾ ജനുവരി 6 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോവുകയാണ്. ഇത് മനസ്സിലാക്കി ഞങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ അത് ഒരിക്കലും കഴിയില്ല. റേഷൻ വ്യാപാരികൾ അവകാശ പോരാട്ടത്തിന് മുന്നിലായിരിക്കും. ആ പോരാട്ടത്തിന് തളർത്താൻ ഒരു പരിശോധന കൊണ്ടും കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. റേഷൻ വ്യാപാരികളെ പൊതുജന മധ്യത്തിൽ അപമാനിക്കുന്ന പരിശോധനയുമായി സർക്കാർ മുന്നോട്ടു പോയാൽ ഇതിനെ എന്ത് ശക്തി ഉപയോഗിച്ചിട്ടും കേരളത്തിലെ റേഷൻ സമൂഹം നേരിടും എന്നാണ് എനിക്ക് പറയാനുള്ളത്.